ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ സജീവ്. കടയ്ക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ കൂട്ടുകാരൊക്കെ ഇന്നിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് മെയ് ജൂൺ മാസമാണ്. ഈ ജൂൺ മാസത്തെ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജൂൺ മാസം അവസാനത്തോടു കൂടി തന്നെ ഒട്ടുമുക്കാലുമുള്ള മാവിൻ്റെ വിളവെടുപ്പ്, അതായത് മാങ്ങയുടെ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കും. ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ വന്ന വ്യതിയാനം മൂലം നമ്മുടെ മാവ് പൂക്കാനൊക്കെ ഒരുപാട് താമസിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ട് മാമ്പഴമൊന്നും കിട്ടിയില്ല എന്ന് തന്നെ പറയാം. എന്നാലും നമ്മുടെ മാവുകളിൽ പിടിച്ചു വരുന്ന മാങ്ങകൾ ഈ കാണുന്നത് പോലെ ഒരു ബ്രൗൺ കളർ നിറത്തിലും അതുപോലെ തന്നെ ഈ കാണുന്ന രീതിയിലും കണ്ട ശേഷം നമ്മൾ ഒരു കറുത്ത പാട് കുത്തുപോലെ വന്നിട്ട് അത് ഉൾഭാഗത്ത് ധാരാളം പുഴുക്കളായി നശിച്ചു പോകുന്നത് കാണാം. ഇതൊരുപാട് കൂട്ടുകാരെനിക്ക് വാട്സപ്പിലും അതുപോലെ തന്നെ മറ്റ് കമൻറ്റുകളുമായിട്ടുമൊക്കെ ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ടുള്ളതാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നതെന്നും ഇതുണ്ടാവാതിരിക്കാനുള്ള വഴികളെക്കുറിച്ചുമൊക്കെ ഒരുപാട് പേര് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ കാണുന്നത് പോലെ ഒരു പാച്ചസ് വന്ന് അതിനകത്ത് പുഴുക്കൾ നിറയുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മളെ കായീച്ചയുടെ ശല്യം, അതായത് ഫ്രൂട്ട് ഫ്ലൈയുടെ ആക്രമണം കൊണ്ടാണ്. ഈ ഫ്രൂട്ട് ഫ്ലൈ, അതായത് കായീച്ചയുടെ ശല്യം വന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമ്മുടെ മാമ്പഴം പൊഴിഞ്ഞ് താഴെ വീണ് നശിച്ചു പോകുന്നത്. കണ്ടോ? ഇതുപോലെയൊന്നും ഒരു പ്രശ്നവുമില്ലാതെ നമ്മളെ മാങ്ങ പൊഴിഞ്ഞു വീഴുകയും അതുപോലെ തന്നെ അതിൻ്റെ ഫിനിഷിംഗ് ആയിട്ടുള്ള പുറംതൊലി ഭാഗത്ത് കറുത്ത കുത്തുകളോ ബ്രൗൺ നിറത്തിലുള്ള ചെറിയ കുത്തുകളോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, അത് കായീച്ചയുടെ ആക്രമണം മൂലമാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഈ വർഷമോ നമ്മുടെ മാവിൽ ഇങ്ങനെ ഒരു ഇതുണ്ടായി. ഇനി അടുത്ത വർഷമെങ്കിലും നമുക്ക് ഇതുപോലെ കായീച്ചയുടെ ശല്യവും അതുപോലെ തന്നെ ഫ്രൂട്ട് ഫ്ലൈയുടെ ആക്രമണങ്ങളും ഒന്നും ഇല്ലാതെ നല്ലതുപോലെ മാങ്ങ കിട്ടാൻ നമ്മളിപ്പോഴേ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതെന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. ഈച്ചകൾ നമുക്കെല്ലാവർക്കും അറിയാം, സാധാരണ നമ്മളെ സാധാ ഈച്ചയെക്കാളും ഒത്തുകൂടെ വലുതായിരിക്കും. ഇതിൽ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന നമ്മളെ മാമ്പഴത്തിന്, നമ്മുടെ ഫ്രൂട്ട്സുകളുടെ ഒരു ശത്രു എന്ന് പറയുന്നത് ഇതിൻ്റെ മുട്ടകളാണ്. മുട്ടകൾ വിരിഞ്ഞുള്ള പുഴുക്കളാണ് പ്രധാന ശത്രു. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ഇത് ഒരു മാവ് പൂത്ത് അതിൻ്റെ കായായി കഴിഞ്ഞാൽ പല സ്റ്റേജുകളിലും ഈ കായീച്ച ഇതിലേക്ക് മുട്ടയിടും. ഈ മുട്ടകൾ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ വിരിയും. അത് പല പല സാഹചര്യങ്ങളിലാണ് ഇത് വിരിയുന്നത്. ഒന്ന്, നല്ലതുപോലെ ഫ്രൂട്ട്സ് ആവുമ്പോൾ, അതായത് നല്ലതുപോലെ പഴുത്ത് തുടങ്ങുമ്പോൾ ഇത് വിരിയും. അതുപോലെ തന്നെ നല്ലതുപോലെ പാകമായി വരുമ്പോൾ ഇത് വിരിയും. ഇനി ഇത് മാമ്പഴമായതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മളെ കായീച്ചകൾ മുട്ടയിടുന്നത് എങ്കിൽ അതൊരു 2-3 ദിവസത്തിനകം വെച്ച് വിരിഞ്ഞ് ഉള്ളിൽ പുഴുക്കളാവും. മാത്രവുമല്ല, നല്ലതുപോലെ മാമ്പഴത്തിനകത്ത് ചെറിയ ഹോളുകൾ തുരന്ന് അതിലേക്കാണ് ഈ കായീച്ചയുടെ മുട്ടകൾ മാമ്പഴത്തിൽ വിക്ഷേപിക്കുന്നത്. എന്നാൽ ഈ മാങ്ങയിലെ പുഴുക്കൾ വളർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനകത്തുള്ള പൾപ്പുകൾ, അതായത് മാംസളമായിട്ടുള്ള ഭാഗം മൊത്തം ഭക്ഷിച്ച് പെട്ടെന്ന് തന്നെ ആ പുഴുക്കൾ അതിനകത്തേക്ക് ക്രമാതീതമായിട്ട് വർദ്ധിക്കും. ഈ മാങ്ങയിൽ ധാരാളം പുഴുക്കൾ നിറയുമ്പോൾ തന്നെ ഈ മാങ്ങ ഞെട്ടറ്റ് മണ്ണിലേക്ക് പതിക്കും, അതായത് അതിൻ്റെ ചുവട്ടിലേക്ക് വീഴും. ആ വീഴുന്ന സമയത്ത് ഈ മാങ്ങയിൽ ധാരാളം പുഴുക്കളുണ്ടാവും. ഇത് മണ്ണിൽ വീണാൽ മണ്ണിൽ കിടന്ന് നശിക്കും? ഒരിക്കലും മണ്ണിൽ കിടന്ന് നശിക്കില്ല. ആ മണ്ണിൽ തന്നെ സമാധി സ്റ്റേജിൽ ഇതുണ്ടാവും. മണ്ണിൽ വീണ് കിടക്കുന്ന ഈ മാങ്ങകൾ അഴുകി ഈ സമാധി സ്റ്റേജിൽ കഴിയുന്ന പുഴുക്കൾ ഇത് നമ്മളെ മാവിൽ അടുത്ത നെക്സ്റ്റ് മാങ്ങയുടെ സ്റ്റേജ് ആകുമ്പോൾ അത് വീണ്ടും മാവിലേക്ക് കയറും. അപ്പോൾ മണ്ണിലേക്ക് പ്യൂപ്പ സ്റ്റേജിലും അതുപോലെ തന്നെ സമാധി സ്റ്റേജിലും ഒരു കാരണവശാലും നമ്മളെ പുഴുക്കളായിപ്പോയി അത് വീണ്ടും മറ്റൊരു ജീവിതചക്രം തുടരാനുള്ള ഇട കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ചുവടിൽ കിടക്കുന്ന മാമ്പഴങ്ങളെല്ലാം നമ്മൾ പെറുക്കിയെടുക്കണം. അതായത് അഴുകി കിടക്കുന്ന മാമ്പഴം ഒന്നും നമ്മുടെ മാവിൻ്റെ ചുവട്ടിൽ ഇടാൻ പാടില്ല. അതിനെ പെറുക്കി ഒരു കുട്ടയിലോ മറ്റോ മാറ്റിയ ശേഷം നശിപ്പിച്ച് കളയുക. ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നമ്മുടെ മാവിൽ കായ്ക്കുന്ന ഒരു മാങ്ങ പോലും നമുക്ക് പുഴുവില്ലാതെ കിട്ടില്ല. അതിനായി നമ്മുടെ മാവിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന മാങ്ങകളെല്ലാം നമ്മൾ ഇതുപോലെ എന്തെല്ലാം പറക്കിയെടുക്കുക. ഒരു ബക്കറ്റ് കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് സോപ്പ്, മഞ്ഞ ബാർ സോപ്പ് എടുക്കുക, അത് ഒന്ന് കലക്കി ആ വെള്ളത്തിലേക്ക് മുക്കി വെച്ചേക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ മാവിൻ്റെ ചുവട്ട് വീണ് കിടക്കുന്ന മാമ്പഴ പുഴുക്കൾ പൂർണ്ണമായും നശിച്ചു പോകും. അപ്പോൾ
ഇതിലൂടെ അടുത്ത വർഷം നമ്മളെ മാവ് കായ്ക്കുന്ന സമയത്ത് നമുക്ക് മാമ്പഴപ്പുഴുവിൻ്റെ ശല്യം ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മാമ്പഴം നമ്മളെടുത്ത ശേഷം സോപ്പ് സൊല്യൂഷനിലോ മറ്റോ ഒക്കെ മുക്കി വെച്ചിരുന്ന ശേഷം ഇതിനെ അരിഞ്ഞ് അതിൻ്റെ പീസുകളാക്കിയിട്ട് നമുക്ക് വല്ല പച്ചില വളങ്ങളോ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കിച്ചൺ വേസ്റ്റൊക്കെ ഉപയോഗിച്ച് വളങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അതിലേക്ക് അരിഞ്ഞിടാം. അല്ലാതെ ഒരു കാരണവശാലും മാമ്പഴം പുഴുവോടുകൂടി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചെടിയുടെ ചുവട്ടിലിടുകയാണെങ്കിൽ ഇത് മണ്ണിൽ പ്യൂപ്പ സ്റ്റേജിൽ വന്ന് വീണ്ടും ധാരാളം പുഴുക്കൾ ഉണ്ടാവുകയും ധാരാളം കായ്ച്ചകൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാമ്പഴത്തിനകത്തുള്ള പുഴുക്കൾ, അത് മാമ്പഴമെന്നല്ല ഏത് ഫ്രൂട്ട്സുകളായാലും അത് നമ്മൾ അതിനകത്തുള്ള പുഴുക്കളെ നശിപ്പിച്ച ശേഷം മാത്രമേ നമ്മൾ കമ്പോസ്റ്റിലേക്ക് അതിനെ ഇടാവൂ. അതുപോലെ തന്നെ നമ്മളെ മാവിലെ ബാക്കിയുള്ള മാവുകളിൽ കായ്ച്ചയുടെ ആക്രമണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെർമോൺ ട്രാപ്പ്, അതുപോലെ തന്നെ തുളസിക്കെണി, കഞ്ഞിവെള്ളക്കെണി, ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോന്ന് കെട്ടിത്തൂക്കിയൊക്കെ ഇട്ട് ഈ കായ്ച്ചയുടെ ശല്യം ഒഴിവാക്കാം. എന്നാൽ നമുക്ക് ഈ തുളസിക്കെണി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതിനായിട്ട് നമ്മൾ ഒരു പിടി തുളസി ഇല എടുക്കുക. ഈ തുളസി ഇലയെ കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് നല്ലതുപോലെ അരയ്ക്കുക. പിന്നെ വല്ല ചിരട്ടയിലോ അതുപോലെ തന്നെ കുപ്പിയുടെ അടപ്പുകളിലോ ഒക്കെ നമ്മൾ എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 10 ഗ്രാം ശർക്കര കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 10 തുള്ളി വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഒരു ട്രാപ്പ് ഉണ്ടാക്കി നമ്മൾ മരത്തിൻ്റെ, അതായത് നമ്മൾ മാങ്ങ നിൽക്കുന്ന കൊമ്പുകളിലൊക്കെ കെട്ടിത്തൂക്കി കഴിഞ്ഞാൽ ഈ ആൺകായ്ച്ചകളും പെൺകായ്ച്ചകളും ഇതിൽ വന്ന് വീഴുകയും ഇതിന് തിരിച്ച് പറന്നു പോകാൻ പറ്റാതെ ആകുമ്പോൾ നമുക്കതിനെടുത്ത് നശിപ്പിച്ച് കളയുകയും ചെയ്യാം 2-3 ദിവസം കൂടുന്ന സമയങ്ങളിൽ. ഇങ്ങനെ നമ്മൾ എളുപ്പത്തിലുണ്ടാക്കുന്ന ട്രാപ്പിനെയാണ് ഈ തുളസിക്കെണി എന്ന് പറയുന്നത്. ഫെർമോൺ ട്രാപ്പ് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വളക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് മഞ്ഞ കളറിലുള്ള ഒരു കുപ്പിയിൽ കെട്ടിത്തൂക്കി ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആൺകായ്ച്ചകളും പെൺകായ്ച്ചകളും നമ്മളെ ഇതിൽ ആകർഷിക്കപ്പെട്ട് നമുക്കതിനെ നശിപ്പിക്കാൻ സാധിക്കും. ഇതുപോലെ നമ്മൾ ഓരോ വർഷവും കൺട്രോൾ ചെയ്തു പോയാൽ മാത്രമേ ഓരോ വർഷവും നമുക്ക് കായ്ച്ചയുടെ ശല്യം കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുറച്ച് മാങ്ങകൾ നമ്മുടെ മണ്ണിൽ വീണ് പ്യൂപ്പ സ്റ്റേജിലേക്ക്, അതായത് അതിലുള്ള പുഴുക്കൾ സമാധി സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ വന്നു പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ബിവേറിയ. അതിന് നമുക്ക് ഒരു 20 ഗ്രാം ബിവേറിയ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ നമുക്ക് മിക്സ് ചെയ്യാം. അല്ല എങ്കിൽ 5 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് 100 ഗ്രാം എന്ന അളവിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമ്മൾ മാവിൻ്റെ ചുവട്ട് ഭാഗത്ത്, അതായത് തടത്തിലേക്ക് നമുക്ക് തടം ചെറുതായിട്ട് കുതിരത്തക്ക വിധത്തിൽ നനച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ചുവട് ഭാഗത്തുള്ള കളകളൊക്കെ മാറ്റി മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് നനച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിലൂടെ മണ്ണിൽ പ്യൂപ്പ സ്റ്റേജിൽ കഴിയുന്ന ഈ കീടങ്ങളെല്ലാം നശിച്ചു പോകും. ഒരു തവണ ചെയ്താൽ മാത്രമല്ല, അടുത്ത ഒക്ടോബർ മാസം ആകുമ്പോൾ വീണ്ടും ഒന്നും കൂടി നമുക്ക് ഈ വിവേറിയ പ്രയോഗം ഒന്നും കൂടി ചുവട് നനച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അടുത്ത ജനറേഷനിലേക്കുള്ള പ്യൂപ്പ സ്റ്റേജിൽ കഴിയുന്ന ഈ കീടങ്ങളുടെ ഒരു അടുത്ത കാലചക്രം പൂർത്തീകരിക്കാൻ കഴിയാതെ അത് മണ്ണിൽ നശിച്ചു പോകും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കായ്ച്ചയുടെ ശല്യം ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഇത്രയേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും നമ്മളെ മാവ് കായ്പ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ആ കായ്പ്പിച്ചെടുക്കുന്ന മാങ്ങയൊന്നും നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു പാകത്തിലേക്ക് എത്തിക്കുന്നത് കായ്ച്ചയാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ കായ്ച്ചയെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടുമുറ്റത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മാവിൻ്റെ മാങ്ങ നമുക്ക് തന്നെ കഴിക്കാൻ പറ്റും. വീട്ടുമുറ്റത്ത് കായ്ക്കുന്ന മാങ്ങയിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസുകളൊന്നും നമുക്ക് കടകളിൽ നിന്നും വാങ്ങുന്ന മാങ്ങകളിൽ നിന്നും ഒരിക്കലും കിട്ടില്ല. കാരണം ഇതൊക്കെ ട്രാൻസ്പോർട്ടേഷനും, അതായത് ദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും പെട്ടെന്ന് പഴുപ്പിക്കാനും വേണ്ടിയിട്ട് അന്തർവ്യാപന ശേഷിയുള്ള സിസ്റ്റമിക് ഇൻഫെക്റ്റീവ് സൈഡായിട്ടുള്ള കീടനാശിനികളാണ് ഇതിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമ്മളെ ശരീരത്തിന് ദോഷപ്പെടുത്തുകയുള്ളൂ, ഒരിക്കലും ഗുണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഒരു മാങ്ങയായാലും നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് നമ്മളെ മാവിൽ നിന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ പോഷക ഗുണങ്ങളോട് തന്നെ നമുക്ക് കിട്ടും. അത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യത്തെ നല്ലതുപോലെ സംരക്ഷിക്കാനും സാധിക്കും.
അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റ് കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. ഇതുപോലെ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.